ഹലോ ഗൈസ്, ഇന്ന് ചിങ്ങം 1 നമ്മുടെ പൊൽപ്പായിൽ മഹാദേവന്റെ കട്ടിലെപ്പാണ്. എന്തായാലും രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അതിനായി മഹാദേവന്റെ ക്ഷേത്രത്തിലേക്ക് പോയി കട്ടിലെപ്പെല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് അവിടെ ചായയും ഉണ്ണിയപ്പവും കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഞാനും സായുഷും ചായയും ഉണ്ണിയപ്പവും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രവിയേട്ടനും ഉണ്ണിയേട്ടനും വേലായുധേട്ടനും പിന്നെ കമ്മറ്റിയിലെ ഷാജിയേട്ടൻ, ഷിജു, അനൂപ്, സജീഷ്, ഷിബുവേട്ടൻ, അങ്ങനെ കമ്മിറ്റിയിലെ എല്ലാ മെമ്പർമാരും അവിടെ ഉണ്ടായിരുന്നു. ഈ കരിങ്കൽ ഒക്കെയാണ് കൊത്തുപണിയെടുത്ത് തൂണുകളും മനോഹരമായിട്ടുള്ള പടികളും എല്ലാം നിർമ്മിക്കുന്നത്. എന്തായാലും തൊഴുതിറങ്ങിയ ഒന്ന് പുറത്ത് വലമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അവിടെ മറ്റ് തൂണുകളും മറ്റും ശ്രദ്ധയിൽപ്പെട്ടത്. നല്ലൊരു ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് കരിങ്കൽ തൂണുകളിൽ ഡിസൈൻ ചെയ്യുന്നത്. എവിടെയെങ്കിലും തട്ടിയോ മുട്ടിയോ പൊട്ടിക്കഴിഞ്ഞാൽ അവയെല്ലാം ഉപയോഗശൂന്യവുമാവും. അമ്പലത്തിൻ്റെ ചുമർ ചിത്രങ്ങളെല്ലാം ഓരോന്നായിട്ട് അടർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്പലത്തിലെ സെക്രട്ടറി അനിയേട്ടൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നെല്ലാ പരിപാടികളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സഹായിക്കാൻ കമ്മിറ്റിയിലെ എല്ലാ മെമ്പർമാരും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പണിസ്ഥലത്തേക്കൊന്ന് പോയി നോക്കി. അതിൻ്റെ ബാക്കിലെ വാതിൽപ്പടിയിലേക്കുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് അവിടേക്കുള്ള കട്ടിലയും. അതും കഴിഞ്ഞ് ഞാൻ പോരുന്ന വഴിയാണ് മധുവേട്ടൻ്റെ വീട്ടിലെ ആൾക്കൂട്ടം ശ്രദ്ധിച്ചത്. സേവാഭാരതിയുടെ അണ്ടറിൽ പച്ചക്കറി തൈ വിതരണം നടത്തുകയാണ്. കൂട്ടത്തിൽ വനമിത്ര കുഞ്ഞുമോനും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ തന്നെ വ്ളോഗർമാരായിട്ടുള്ള രതീഷും രമേശേട്ടനും സാജേട്ടനും സുഖേട്ടനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. സേവാഭാരതിയുടെ പ്രവർത്തകരും ലാലുവേട്ടനും. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ. ഇനിയും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് കൂടെ കൂടി കേട്ടോ. ബായ്.